ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ റിസോഴ്സസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത റിസോഴ്സസ് ഫയൽസ് എന്നതിനകത്ത് ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിനകത്ത് സേവ് ആയിട്ടുണ്ടാവും. സ്കൂൾ റിസോഴ്സസ് .zip എന്ന പേരിലായിരിക്കും സേവ് ആയിട്ടുണ്ടാവുക. ഇതൊരു സിപ്പ് ഫയലാണ്. ഇത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. അതിന് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. ഇപ്പോൾ സ്കൂൾ റിസോഴ്സസ് എന്ന പേരിൽ ഒരു പുതിയ ഫോൾഡർ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഡൗൺലോഡ്സ് എന്നതിനകത്താണ് കിടക്കുന്നത്. നമുക്കത് അവിടെയല്ല വേണ്ടത്, ഹോമിനകത്തേക്ക് കൊണ്ടുവരണം. ഹോമിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് കട്ട് കൊടുക്കുക. എന്നിട്ട് ഹോം എടുക്കുക. ഹോമിനകത്ത് ഒരു ബ്ലാങ്ക് സ്പേസിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് പേസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇത് സ്കൂൾ റിസോഴ്സസ് ഹോമിനകത്ത് വന്നിട്ടുണ്ട്. തുറന്ന് നോക്കാം. 3ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ സ്കൂൾ റിസോഴ്സസും അവിടെ അവൈലബിൾ ആണ്. ഇത്തരത്തിൽ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്കൂൾ റിസോഴ്സസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ടൈപ്പ് ചെയ്യുന്ന ഭാഗത്തും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് പേജിലേക്ക് എത്തും. അവിടെ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.